ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോഗ്രാം ബ്ലോക്സ്. പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ സെഗ്മെൻറ്റ്സ് ഇല്ലേ, കൺട്രോൾ സെഗ്മെൻറ്റ്സിൻ്റെ സെയിം ആണ് പ്രോഗ്രാം ബ്ലോക്സ്. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സബ് റൂട്ടീൻസിനെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓരോ ബ്ലോക്കിനും അതിൻ്റെതായ ഓരോ ഡിഫറെൻറ്റ് നെയിമിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക, ഓരോരോ പേര് കൊണ്ട് അതിനെ അസൈൻ ചെയ്യുക. എന്നിട്ട് ആ പേര് ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഈ പ്രോഗ്രാം ബ്ലോക്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോഗ്രാം ബ്ലോക്കിനും ഓരോ നെയിം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതെന്താ, നെയിം വെച്ച് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു സിംഗിൾ പ്രോഗ്രാമായിട്ടായിരിക്കും അസംബ്ലർ ഇതിനെ റൺ ചെയ്യുന്നത്. ക്ലിയറായോ? ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ത്രെഡ്സ് പോലെ തന്നെ ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന എന്താണ്, ഓരോരോ ഡിഫറെൻറ്റ് ബ്ലോക്സിനെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാം ബ്ലോക്കിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ബ്ലോക്കിനെ നെയിമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇങ്ങനെ നെയിം വെച്ച് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു നെയിം എവിടെ വന്നാലും അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതിനെല്ലാം ഡിഫറെൻറ്റ് പ്രോഗ്രാം മോഡ്യൂൾസിനെ എല്ലാം കമ്പൈൻ ചെയ്ത് എന്താണ് ഒരു സിംഗിൾ പ്രോഗ്രാം സിംഗിൾ പ്രോഗ്രാമർ ആക്കിയായിരിക്കും കമ്പൈലർ അല്ലെങ്കിൽ അസംബ്ലർ അതിനെ അസംബിൾ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ബ്ലോക്സിനെ ഗ്യാദർ ചെയ്ത് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് അതായത് സിംഗിൾ പ്രോഗ്രാമായിട്ടായിരിക്കും നമ്മളിതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓരോ ബ്ലോക്കും, അതായത് ഒരു പ്രോഗ്രാമിനകത്ത് ഡിഫറെൻറ്റ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഓരോ ബ്ലോക്കും ഓരോ അഡ്രസ്സ്, ഓരോ ബ്ലോക്കിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും അത് ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് പ്രോഗ്രാമും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ ആയിരിക്കും ഉള്ളത്. കാര്യം ഒരു മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പ്രോഗ്രാം അതിൻ്റെ ഇടയ്ക്കൂടെ കയറി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പുതിയൊരു ലൊക്കേഷൻ കൗണ്ടർ, പുതിയൊരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുത്തിട്ട് ഇപ്പോൾ വന്ന പ്രോഗ്രാമിനെ അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സിനെ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം എന്തിലോട്ട് പോവും, പ്രീവിയസ് നമ്മൾ നേരത്തെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ പ്രോഗ്രാമില്ലേ ആ അഡ്രസ്സിലോട്ട് ആ അഡ്രസ്സിനെ റീറ്റെയിൻ ചെയ്തിട്ട് പിന്നെ ശേഷം ആ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എല്ലാ പ്രോഗ്രാം ബ്ലോക്സിനെയും കൂടെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ബ്ലോക്കാക്കി എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ കൺട്രോൾ സെഗ്മെൻറ്റ്സ് പറഞ്ഞ സെയിം കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രോഗ്രാം ബ്ലോക്സിലും പറയാനുള്ളത്. ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് മൊഡ്യൂൾസിനെയാണ് നമ്മൾ പറയുന്നത് പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാം ബ്ലോക്കിനും ഓരോ നെയിം ഉണ്ടാവും. ഈ നെയിം വെച്ചിട്ടായിരിക്കും ഈ പ്രോഗ്രാം ബ്ലോക്സിനെ എല്ലാം കമ്പൈൻ ചെയ്തൊരു സിംഗിൾ പ്രോഗ്രാമാക്കി മാറ്റുന്നത്. ഓരോ പ്രോഗ്രാം ബ്ലോക്സും അതിൻ്റെതായ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂവും അതിൻ്റെതായ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും അതിൻ്റെതായ ഒബ്ജക്റ്റ് കോഡും ജനറേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയറായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാം ബ്ലോക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൺട്രോൾ സെഗ്മെൻറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CSEC എന്ന് പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ അത് പ്രോഗ്രാം ബ്ലോക്ക് ആണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂസ് എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് കണ്ടോ, യൂസ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിൽ പ്രോഗ്രാം ബ്ലോക്ക് ആണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സെൽഫ് ഒരു മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം അതൊരു പ്രോഗ്രാം ബ്ലോക്കാണ്. അതിനകത്ത് വരുന്ന സബ് ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്നാണ് അറിയാൻ പോണത്. നമുക്ക് ഇവിടെ നമ്മൾ യൂസ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷനകത്ത് യൂസ് വന്നതുകൊണ്ട് അതൊരു പ്രോഗ്രാം ബ്ലോക്കാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ആ പ്രോഗ്രാം ബ്ലോക്കിൻ്റെ നെയിമാണ് സി ഡാറ്റ എന്ന് പറയുന്നതാണ് ആ ഒരു പ്രോഗ്രാം ബ്ലോക്കിൻ്റെ നെയിം. നെക്സ്റ്റ് അടുത്ത യൂസ് വന്നേക്കുന്നത് കണ്ടോ, ആ യൂസ് എന്ന് പറയുന്നത് അടുത്തൊരു പ്രോഗ്രാം ബ്ലോക്കാണ്. അപ്പോൾ ആ പ്രോഗ്രാം ബ്ലോക്കിൻ്റെ നെയിമാണ് സി ബ്ലോക്ക്.
അപ്പോൾ എന്താണ്, ഇവിടെ 2 പ്രോഗ്രാം ബ്ലോക്സ് ആണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്, സി ഡേറ്റയും സി ബ്ലോക്കും. ഈ സി ഡേറ്റയും സി ബ്ലോക്കും കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ്, വാല്യൂ ഒന്നുമില്ല, പേരുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ ഒരു മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയായിരിക്കണം ഇതിനകത്ത് എക്സിക്യൂഷൻ നടക്കേണ്ടത്. അതായത് ഈ ഒരു സി ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് പ്രോഗ്രാം ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം യൂസ് എം ടി ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിഫോൾട്ടായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയായിരിക്കണം ഇനി അങ്ങോട്ട് എക്സിക്യൂഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതായിരിക്കും എന്താണ് നമ്മളുടെ പ്രോഗ്രാമിൽ മെയിനായിട്ട് നമുക്ക് പറയുന്നത്. പിന്നെന്താ, അടുത്ത ആ പ്രോഗ്രാമിൽ വരുന്ന യൂസ് സി ഡേറ്റ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു സി ഡാറ്റ എക്സിക്യൂട്ട് ചെയ്തില്ലേ, നമുക്ക് നേരത്തെ ഇവിടെ ഒരു സി ഡാറ്റ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലേ, ഈ സി ഡാറ്റയുടെ ബാക്കിയായിരിക്കണം എന്താ ഇവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ സി ഡാറ്റയുടെ ബാക്കിയായിരിക്കണം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിർത്തിയ പ്രോഗ്രാമിൻ്റെ ബാക്കി, ഇതായിരുന്നു നേരത്തെ നിർത്തിയ മെയിൻ പ്രോഗ്രാം, ആ മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ യൂസ് സി ഡേറ്റ എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ സി ഡേറ്റ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും എന്താണ് ഇത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ, എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പം ഒരു പ്രോഗ്രാമിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ഉണ്ട്. ഓരോ ബ്ലോക്കിനും അതിൻ്റെതായ പേരുണ്ട്. അതിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് യൂസ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്. യൂസ് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം ബ്ലോക്കിന് നെയിം കൊടുത്തില്ല, അത് ഡിഫോൾട്ടായിട്ട് കിടക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളതിനകത്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആയോ? അതുപോലെ തന്നെ നമ്മൾ ആ പ്രോഗ്രാം ബ്ലോക്സിന് ഇനി നമ്മൾ നോക്കുന്നത് ഓരോ പ്രോഗ്രാം ബ്ലോക്കിന് നമ്മളൊരു നെയിം കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ മെയിൻ പ്രോഗ്രാമിന് നമ്മൾ 0 കൊണ്ട് അസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. നമുക്ക് 0 കൊണ്ടാണ് നമ്മൾ മെയിൻ പ്രോഗ്രാമിനെ അസൈൻ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കാണുന്ന എന്താണ് പ്രോഗ്രാം ബ്ലോക്കാണ് സി ഡേറ്റ. ആ സി ഡേറ്റ നമുക്ക് 1 കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത എന്താണ് പ്രോഗ്രാം ബ്ലോക്കാണ് സി ബ്ലോക്ക്. സി ബ്ലോക്കിനെ നമ്മൾ 2 കൊണ്ട് അസംബിൾ ചെയ്യും. അപ്പോൾ ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം യൂസ് എം ടി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്, മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് അവിടെ എല്ലാം നമ്മൾ 0 കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താ, സി ഡേറ്റ. സി ഡേറ്റയ്ക്ക് നമ്മൾ കൊടുത്ത വാല്യൂ എന്താണ്, 1. അപ്പോൾ അതാണ് ഇവിടെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ പിന്നെയും എം ടി എന്ന് കാണിച്ചാൽ എന്താണ്, മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ്, ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ നമുക്കതിൻ്റെ വാല്യൂ എല്ലാം 0 കൊണ്ട് ഇൻക്രീസ് ചെയ്യണം. ദെൻ അതിനുശേഷം എന്താണ്, സി ഡേറ്റ കണ്ടു. ആ സി ഡേറ്റ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളെന്താ പ്രോഗ്രാമേഴ്സിൻ്റെ വാല്യൂവിനെ നമ്മൾ ഐഡൻറ്റിഫൈ, അതായത് ഏത് പ്രോഗ്രാം ബ്ലോക്ക് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ്, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 000 കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് എവിടം വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, മെയിൻ പ്രോഗ്രാമാണ്, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം ബ്ലോക്ക് കാണുന്നത് വരെ അതിൻ്റെ വാല്യൂ 3 ബൈറ്റായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബിക്കോസ് ഇത് ഫോർമാറ്റ് 3 ആണ്. ഫോർമാറ്റ് 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂ 3 ബൈറ്റ് വീതം ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 3 ബൈറ്റ് വീതം ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് വരണം. എവിടെയാണോ അടുത്തൊരു പ്രോഗ്രാം ബ്ലോക്ക് കാണുന്നത് ആ സമയത്ത് എന്താണ്, ഈ ഒരു 0024 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ സേവ് ചെയ്ത് വെക്കും. ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്ത് പിന്നെ 000 ആവും. അതിനുശേഷം എന്താണ്, 3 ബൈറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യും. 3 ബൈറ്റ് വീതം കാര്യം ഫോർമാറ്റ് 3 ആണ്, അപ്പോൾ 3 ബൈറ്റ് വീതം ഇൻക്രിമെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, എന്നിട്ട് ഈ 0003 പറയുമ്പോഴത്തേക്കും അടുത്തൊരു പ്രോഗ്രാം ബ്ലോക്ക് കണ്ടു. അപ്പോൾ എന്താണ്, ഈ 003 എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്ത് വീണ്ടും 0000 പോവും. അതിനുശേഷം ആ ഒരു പ്രോഗ്രാം ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു പ്രോഗ്രാം ബ്ലോക്ക് അവിടെ തീർന്നു. അതിനുശേഷം എന്താണ്, യൂസ് എം ടി ആണ് കണ്ടത്. എം ടി കണ്ടാൽ എന്താണ്, നമ്മൾ മെയിൻ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ പ്രോഗ്രാം എവിടെയാണ് നിന്നത്, 0024 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ 3 ബൈറ്റ് ആഡ് ചെയ്ത് 0027 എന്ന് പറയുന്ന വാല്യൂ തൊട്ട് വീണ്ടും എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നോക്ക്, ക്ലിയർ എക്സ്. അപ്പം ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പം നമ്മൾ എന്താണ്, ഫോർമാറ്റ് 2 ആണ്. അന്നേരം 2 ബൈറ്റ് വീതം ഇൻക്രിമെൻറ്റ് ചെയ്ത് നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ എവിടെയാ, ഒരു സി ഡാറ്റ കാണുന്ന സമയത്ത്
അതിനുശേഷം ഒരു സി ഡാറ്റ കാണുന്ന സമയത്ത് 0006 ആണ്, 3 ആണ് അവിടെ നിന്നത്. ആ 3യുടെ കൂടെ 3 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പം 0006 വരും. ആ 6 തൊട്ട് എന്താണ് ബാക്കി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എന്താ ഇവിടെ നമ്മൾ 4D 004D ആണ്. അത് കഴിഞ്ഞിട്ട് അത് 4D 4F. അപ്പോൾ അങ്ങനെ ഏത് അഡ്രസ്സിംഗ് മോഡാണെന്ന് നോക്കിയിട്ട് നമ്മൾ എന്താ ഫോർമാറ്റ് 3 ആണോ ഫോർമാറ്റ് 4 വരുന്ന സമയത്ത് പ്ലസ് കണ്ടു കഴിഞ്ഞാൽ ഫോർമാറ്റ് 4 ആണ്. ആ സമയത്ത് എന്താണ് 4 ബൈറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കണം ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂകളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് ഫൈനലി നമ്മൾ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം കണ്ടുപിടിക്കുന്നത് കറണ്ട് ആയിട്ടുള്ള ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ പ്രോഗ്രാം ബ്ലോക്സിൽ എന്താണ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ബേസിലായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് പ്രോഗ്രാം ബ്ലോക്സിനെ പറ്റി നമുക്ക് ഉള്ളത്. അപ്പം ഇതിനകത്ത് അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് 3 ബ്ലോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ബ്ലോക്ക് അൺനെയിംഡ് ആയിട്ടുള്ള ബ്ലോക്കാണ്, അതായത് മെയിൻ പ്രോഗ്രാം. സെക്കൻഡ് ബ്ലോക്ക് എന്താണ്, സി ഡേറ്റ എന്ന് പറയുന്ന ബ്ലോക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 0 എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സി ഡേറ്റ എന്ന് പറയുന്ന അടുത്തൊരു പ്രോഗ്രാം ബ്ലോക്കാണ്, അതിനെ നമ്മൾ 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. ദെൻ തേർഡ് വരുന്ന പ്രോഗ്രാം ബ്ലോക്കാണ് സി ബ്ലോക്ക് എന്ന് പറയുന്ന അടുത്തൊരു പ്രോഗ്രാം ബ്ലോക്കാണ്. അതിനെ നമ്മൾ എന്താണ് 2 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. അതെല്ലാം ആ പ്രോഗ്രാമിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ടേബിൾ ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതായത് അതിൻ്റെ അഡ്രസ്സും ലെങ്ത്തും. ഈ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ നിർത്തിയത് എവിടെ വെച്ചാണ്, 0024 വെച്ചാണ് നിർത്തിയത്. അതിനുശേഷം പിന്നെ നമ്മൾ തുടങ്ങേണ്ടത് 0027 വെച്ചാണ്. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തു പോയി നമുക്ക് പിന്നെന്താ 0004D വന്നു. അതിനുശേഷം നമ്മൾ 00063 എന്ന് പറയുന്ന വാല്യൂവിലാണ് നമ്മളുടെ മെയിൻ പ്രോഗ്രാം നിർത്തിയത്. ആഫ്റ്റർ എൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ലെങ്ത് എന്തിലോട്ട് പോകും, 3 ബൈറ്റ് 004ൻ്റെ കൂടെ 2 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 00666 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്. ഉണ്ടോ, ഇവിടെ ലെങ്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതായത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്ത് 000ലാണ്. അപ്പോൾ അത് ഇന്നത് 0024 എന്ന് പറയുന്ന ലൈനിലായിരിക്കും. പിന്നെ നമ്മളുടെ പ്രോഗ്രാം റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അഡ്രസ്സ് എന്താവും, 3 ബൈറ്റ് ആഡ് ചെയ്ത് 0027 ആവും. അതിൻ്റെ കൂടെ എന്നിട്ട് ആ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ വാല്യൂ എന്താണ് ഇവിടെ വന്ന് നിൽക്കും. അതിൻ്റെ കൂടെ എന്താണ് 4A ആണ്, 4B 4A 4B 4C 4D 3 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പം 004D ആവും. 4D എക്സിക്യൂട്ട് ചെയ്ത് എവിടെ നിൽക്കും, 0063 എന്ന് പറയുന്നിടത്ത് നിൽക്കും. അതിൻ്റെ കൂടെ 3 ബൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പം എങ്ങോട്ടാവും, 0066 ആവും. അതായത് 3 ബൈറ്റ്, അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അപ്പം നമ്മളുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എന്താവും, 0066 ആവും. അപ്പോൾ അതാണ് നമ്മളുടെ ഇവിടെ എഴുതേണ്ട ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ മെയിൻ പ്രോഗ്രാമിൻ്റെ ലെങ്ത് 0000 തുടങ്ങി 0066 എൻഡ് ചെയ്യേണ്ടത്. സിമിലർലി സി ഡേറ്റയും 006, അതായത് ഇവിടെ എന്താണോ എൻഡ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യണ്ടേ, സിംഗിൾ പ്രോഗ്രാമായിട്ടല്ലേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം സിംഗിൾ പ്രോഗ്രാമായിട്ടല്ലേ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താണോ എൻഡ് ചെയ്തത് ആ വാല്യൂ തന്നെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അതെവിടെയാണോ എൻഡ് ചെയ്യുന്നത്, 0000Bയിലാണ് അത് എൻഡ് ചെയ്തത്. ഓക്കെ, നമ്മളുടെ സി ഡേറ്റ എവിടം വരെ വരുന്നുണ്ട്, സി ഡേറ്റ ഇവിടെ വരെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും 000A ആയിരുന്നു. എയുടെ കൂടെ നമ്മൾ 000യുടെ കൂടെ 1 ബൈറ്റും കൂടെ ആഡ് ചെയ്ത് 000B. അപ്പം കാര്യം അത് ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ലൊക്കേഷൻ ഏതാ, 000B. അതുകൊണ്ട് ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 000B ആയിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത് കണ്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ത് വരണം, അതായത് 000Bയുടെ അടുത്ത ഹെക്സ് വാല്യൂ എടുത്തിട്ട് 0071 അതിൻ്റെ കൂടെ എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, 1000ലാണ് അത് എൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സി ഡേറ്റ എൻഡ് ചെയ്തത് എവിടെയാണ്, സി ഡേറ്റ എൻഡ് ചെയ്തത് ഇവിടെ കാണാം, 1000 എന്ന് പറയുന്നതിലായിരിക്കും നമ്മളുടെ സി ഡേറ്റ എൻഡ് ചെയ്തിരിക്കുന്നത്. യൂസ് സി ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ബ്ലോക്ക് എൻഡ് ചെയ്തത് 1000ലാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്തായിട്ട് എഴുതി, നമ്മൾ 1000 ആയിട്ട് റീപ്ലേസ് ചെയ്തു.
ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ഇതിനകത്ത് പ്രോഗ്രാം ബ്ലോക്സ് എൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ പറയുമ്പോൾ പാസ് 1-ൽ അതായത് ഓരോ ബ്ലോക്കും ഓരോ ലൊക്കേഷൻ കൗണ്ടറല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, മെയിൻ പ്രോഗ്രാം നിൽക്കുന്ന സമയത്ത് എവിടെയാണോ പുതിയൊരു പ്രോഗ്രാം ബ്ലോക്കിൻ്റെ നെയിം കാണുന്നത് ആ സമയത്ത് എന്താ ഇപ്പോൾ കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ സെറ്റ് ആവും, 00 ആയിട്ട് റീസെറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പ്രോഗ്രാം ബ്ലോക്സിനും എന്താണ് സെപ്പറേറ്റ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ആയിരിക്കും ഉള്ളത്. ഓരോ ലേബലും അസൈൻ ചെയ്യുന്ന അഡ്രസ്സ്, അതായത് ഓരോന്നിനും ജനറേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കോഡും നമുക്ക് ഡിഫറെൻ്റ് ആവും. പാസ് 1-ൽ ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കും, അതായത് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ വെച്ച് ലെങ്ത് ഓഫ് ദ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ പാസ് 2-ൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെല്ലാം കൂടെ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഗ്രാം ആയിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ദ അഡ്രസ് ഓഫ് ഈച്ച് സിമ്പിൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ദ അസൈൻഡ് ബ്ലോക്ക് സ്റ്റാർട്ടിംഗ് അഡ്രസ് ആൻഡ് റിലേറ്റീവ് അഡ്രസ് ഓഫ് സിമ്പിൾ ടു ദി ബ്ലോക്ക്. ആ ഒരു ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഓരോരോ ഡിഫറെൻറ്റ് ബ്ലോക്കിനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും അതിൻ്റെ റിലേറ്റീവ് സിമ്പിൾ ടേബിളുള്ള അതിൻ്റെ അഡ്രസ്സും വെച്ചിട്ട് നമ്മളിതിന് എന്താണ് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സിംഗിൾ പ്രോഗ്രാമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അഡ്രസ്സാക്കി കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം കണ്ടുപിടിക്കുന്നത് ഓരോ ബ്ലോക്കിൻ്റെ കൂടെയും എത്ര ബൈറ്റ് ആഡ് ചെയ്തിട്ട്, അതായത് ആദ്യത്തെ ബ്ലോക്ക് ഏതാണ് നമ്മൾ എൻഡ് ചെയ്തത് പറഞ്ഞു 0066-ലാണ് എൻഡ് ചെയ്തത്, അതിൻ്റെ കൂടെ 3 ബൈറ്റും കൂടെ ആഡ് ചെയ്ത് 0069 ആക്കും. ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താണ്, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ആദ്യത്തെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 000 ആയിരുന്നു. അതിനുശേഷം എന്താണ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ ഇപ്പോൾ കറണ്ടായിട്ട് നിൽക്കുന്ന വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് ലെങ്ത് മൈനസ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ, ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം മൈനസ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ, അതായത് 0069 മൈനസ് 0009. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, 0060 എന്ന് പറയുന്നൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ പ്രോഗ്രാം ബ്ലോക്സിൽ എന്താണ്, ഇത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ ഈ പ്രോഗ്രാം ബ്ലോക്സിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഴ്സ് പ്രോഗ്രാം, അതായത് എവിടെയൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രാം കാണുന്നത്, ഏതൊക്കെ ലൈൻ കഴിഞ്ഞിട്ടാണ് ഏതൊക്കെ, അതായത് ഫസ്റ്റ് ഡിഫോൾട്ട് 2 വരുന്ന എവിടെയൊക്കെയാണെന്നുള്ള പോയിൻ്റ് അതാണ് അങ്ങോട്ട് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ നിന്ന് ഡിഫോൾട്ട് 1-ലോട്ട് 2 എവിടെയൊക്കെ കാണുന്നു അവിടോട്ടെല്ലാം പോയിൻ്റ് ചെയ്യണം. അപ്പം ഏതൊക്കെയാണ് ഒരു സോഴ്സ് പ്രോഗ്രാമിൽ വരുന്നത്, ഏതൊക്കെയാണ് ഡിഫോൾട്ട് വരുന്നത്, ആദ്യം നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ അറിയാം. ആദ്യം മെയിൻ പ്രോഗ്രാം, അതാണ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം സി ഡേറ്റ വന്നു, പിന്നെ സി ബ്ലോക്ക് വന്നു. അതിനുശേഷം എന്താണ് നമ്മളുടെ പ്രോഗ്രാമിൽ നോക്കിയാൽ മതി ഏതൊക്കെയാണ്. ആദ്യം കണ്ടോ, ആദ്യം മെയിൻ പ്രോഗ്രാം വന്നു, അതിനുശേഷം സി ഡേറ്റ വന്നു, സി ഡേറ്റ വന്നു, പിന്നെ സി ബ്ലോക്ക് വന്നു, പിന്നെയും മെയിൻ പ്രോഗ്രാം വന്നു, പിന്നെ എന്താ വന്ന, പിന്നെ സി ഡേറ്റ വന്നു, പിന്നെയും മെയിൻ പ്രോഗ്രാം വന്നു, പിന്നെയും എന്താ സി ഡേറ്റ വന്നോ, പിന്നെയും ദാണ്ടെ സി ഡേറ്റ വന്നു. അതിനുശേഷം വീണ്ടും സി ഡേറ്റ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഡിഫോൾട്ട് ആയിരുന്നു, പിന്നെ സി ഡേറ്റ വന്നു, സി ബ്ലോക്ക് വന്നു, പിന്നെയും മെയിൻ പ്രോഗ്രാം ബാക്കി എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം സി ഡേറ്റ വന്നു, പിന്നെയും ഡിഫോൾട്ട് വന്നു, ലാസ്റ്റ് സി ഡേറ്റ. എന്നിട്ട് ഇത് തന്നെ നമ്മൾ എത്ര തവണ വന്നു എന്നുള്ള കൗണ്ട് ഇവിടെ എഴുതണം. അതിനുശേഷം ഇതിനെ ഒരു സിംഗിൾ ഫോമാക്കി മാറ്റണം. ദെൻ ഡിഫോൾട്ട് എത്ര പ്രാവശ്യം വന്നു, ഡിഫോൾട്ടിനകത്ത് എത്ര പ്രാവശ്യം വന്നു, 1 2 3 പ്രാവശ്യം, അതാണ് ഡിഫോൾട്ട് ഒരുമിച്ച് എഴുതി. സി ഡേറ്റ എത്ര പ്രാവശ്യം വന്നു, സി ഡേറ്റ 3 പ്രാവശ്യം വന്നു, സി ബ്ലോക്ക് 1 പ്രാവശ്യം വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കൗണ്ടും കൂടെ വെച്ചിട്ടൊരു നമ്മൾ എഴുതിയ എക്സാമ്പിൾ വെച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്താ ഈ ഒരു ബ്ലോക്കും കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രോഗ്രാം ബ്ലോക്സിനെ പറ്റി പറയാൻ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.